വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മൈ ഡിയർസ്റ്റ് ബോസ് എന്ന ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ യോഷിങ്ജയുടെ ഫ്രണ്ട് കെക്കെ ആയിരുന്നു പുറത്തു വന്നത്. അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ യോഷിങ്ജെ അവളെ തടഞ്ഞിട്ട് എൻ്റെ വീട് വൃത്തികേടായി കിടക്കുകയാണ്, ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ, അതുവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ പുറത്ത് നിർത്തി വാതിലടയ്ക്കുന്നു. അവൾ അകത്ത് ചെന്ന് ബോസിനോട് വിവരം പറഞ്ഞിട്ട് ഒളിച്ചിരിക്കാൻ പറയുന്നു. കെക്കെ വന്നതിന് ഞാനെന്തിനാണ് ഒളിച്ചിരിക്കുന്നതെന്നവൻ ചോദിച്ചപ്പോൾ, നീ എൻ്റെ ബോസല്ലേ, നമ്മൾ ഒരേ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്നവൾ പറയുന്നു. അതിന് നമ്മൾ ലിവിങ് ടുഗദറൊന്നും അല്ലല്ലോ, ഞാൻ വാടകക്കാരനല്ലേ എന്നവൻ ചോദിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ രണ്ടും ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ച് വീടിനകത്തുള്ള മുറ്റത്തേക്ക് ഇറക്കി വാതിലടച്ച് കർട്ടനും വലിച്ചിടുന്നു. അതിനുശേഷം അവൾ പോയി കെക്കയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. നിന്റെ വീട് ഇത്രയ്ക്ക് വലുതായിരുന്നോ? ഞാൻ വീട് വാടകയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിച്ചോളാം എന്ന് കെക്കെ പറയുന്നു. തൽക്കാലം ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്നവൾ പറയുന്നുണ്ട്. ഈ സമയം ഞാൻ എന്തിനാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ച് ബോസ് കയറുന്ന ഊത്തിലൊന്ന് തോന്നുന്നു. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ തുടങ്ങി കെക്കയെ പിടിച്ചു നിർത്തിയിട്ട് പുറത്തുനിന്ന് കാറിൻ്റെ ശബ്ദം കേട്ടതാണ്. ഈ വീടിൻ്റെ സൗണ്ട് പ്രൂഫിങ് അത്രയും പോരാ എന്ന് പറഞ്ഞ് യൂഷിങ്ജെ അവളെ സോഫയിൽ പിടിച്ചിരുന്നു. ലിയാൻ ജനലിൽ കൂടി നോക്കുന്നത് കണ്ട് മാറി നിൽക്കാൻ അവൾ കൈ കാണിക്കുന്നുണ്ട്. കെക്കെ ശ്രദ്ധിച്ചപ്പോൾ ഈച്ചയെ ഒളിച്ചതാണെന്ന് അവൾ പറയുന്നു. ഓഫീസിൽ വെച്ച് സംഭവിച്ച തെറ്റിന് സോറി പറയാനായിരുന്നു കെക്കെ വന്നത്. ഞാൻ കാരണം നിനക്ക് ബോസിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും. ബോസിനോട് സത്യം പറയാനുള്ള ധൈര്യം എനിക്കപ്പോൾ ഇല്ലായിരുന്നു. അടുത്ത ദിവസം ബോസിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞോളാം എന്നവൾ പറയുന്നു. കുഴപ്പമില്ല, നീ പറഞ്ഞ് ക്ലിയർ ആക്കിയാൽ മതി എന്ന് യൂഷിങ്ജെയും പറയുന്നു. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ബോസ് അവിടെ നിന്ന് പുറപ്പെടുക്കുന്നുണ്ട്. എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് കണ്ടെങ്കിലും അവൾ കാണാത്ത മട്ടിലിരിക്കുന്നു. അവൻ ഉടനെ അവളുടെ ഫോണിൽ കോൾ ചെയ്യുന്നു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് കെക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബോസ് അല്ലേ വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് കെക്കെ ചോദിച്ചപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. വീക്കെൻഡിൽ ബോസ് നമ്മളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. അത് ശരി, അല്ലെങ്കിൽ തന്നെ ഓഫീസിലെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കെക്കെ അവൻ്റെ കുറ്റങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങുന്നു. അത്രയും ആയപ്പോഴേക്ക് ലിയാൻ്റെ ക്ഷമ നശിച്ചിരുന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അവൾക്ക് പുറകിൽ വന്നിരിക്കുന്നു. അതൊന്നും അറിയാതെ അവൾ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പറയുന്നത് പോലെ ഒന്നും അല്ല, ബോസ് നല്ലവനാണെന്നൊക്കെ പറഞ്ഞ് യൂഷിങ്ജെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എങ്കിലും കെക്കയ്ക്ക് കാര്യം അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. യൂഷിങ്ജെ അവളെ പറഞ്ഞുവിടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും അവൻ പുറകിൽ നിന്ന് അവരെ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കിയ കെക്കെ ബോസിനെ കണ്ട് ശരിക്കും ഞെട്ടുന്നുണ്ട്. അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്ന് കെക്കെ വിചാരിക്കുന്നു. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നീ തെറ്റിദ്ധരിക്കുകയാണെന്നൊക്കെ യൂഷിങ്ജെ പറഞ്ഞെങ്കിലും അവളത് വിശ്വസിക്കുന്നില്ല. പേടിക്കേണ്ട, ഓഫീസിലാരോടും ഞാൻ ഇക്കാര്യം പറയില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് കെക്കെ പോയത്. ബോസ് എന്ത് പണിയാണ് കാണിച്ചത്? അവൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന എന്തിനാണെന്ന് ചോദിച്ച് യൂഷിങ്ജെ അവരോട് ദേഷ്യപ്പെടുന്നു. ഞാൻ നിനക്ക് സിഗ്നൽ തന്നല്ലേ, ഞാൻ മെസ്സേജ് അയച്ചു, പിന്നെ ഫോൺ വിളിച്ചു, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ മൈൻഡ് ആയതുകൊണ്ടല്ലേ എനിക്ക് ഇറങ്ങി വരേണ്ടി വന്നത് എന്ന് ചോദിച്ച് അവൻ തിരിച്ചും ദേഷ്യപ്പെടുന്നു. കെക്കെ തെറ്റിദ്ധരിച്ചെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൂടായിരുന്നു എന്ന് അവൾ ചോദിച്ചപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഫയലിൻ്റെ കാര്യത്തിൽ കെക്കെ തെറ്റിദ്ധരിച്ചത് തെറ്റായിപ്പോയി എന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. ബോസ് പറഞ്ഞത് ശരിയാണ് എന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ടത് അവരുടെ കടമയാണ്, മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് അവൾ സമ്മതിക്കുന്നു. തൽക്കാലം ഒന്ന് കോംപ്രമൈസ് ആയതുകൊണ്ട് നമുക്കെന്തെങ്കിലും കഴിച്ചാലോ എന്ന് അവൻ ചോദിക്കുന്നു. കഴിക്കാൻ സ്നെയിൽ റൈസ് നൂഡിൽസ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ അവൻ വീണ്ടും മൂഡ് ഓഫ് ആകുന്നുണ്ട്. അടുത്ത ദിവസം യൂഷിങ്ജെ ഓഫീസിലേക്ക് നടന്നു കയറുമ്പോൾ സ്റ്റെപ്പിൽ വെച്ച് മുകളിൽ നിന്നൊരു ഡിസ്പ്ലേ ബോർഡ് അവളുടെ തലയിലേക്ക് വീഴാൻ തുടങ്ങുന്നു. തൊട്ടുപുറകെ തന്നെ ഉണ്ടായിരുന്ന ലിയാൻ ചാടി വീണ തട്ടിമാറ്റി അവളെ പിടിച്ചു മാറ്റിയതുകൊണ്ട് അവൾക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. ലുവാൻ്റെ കൈക്ക് ചെറിയ പരിക്ക് പറ്റിയതിനാൽ അവൾ റൂഫ് ടോപ്പിൽ പോയിരുന്ന അവൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നു. പക്ഷേ മുറിവ് കണ്ടപ്പോൾ ബോർഡ് വീണ് പറ്റിയതല്ല എന്ന് തോന്നിയതിനാൽ ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് അവൾ ചോദിക്കുന്നു. ആപ്പിൾ മുറിച്ചപ്പോൾ പറ്റിയതാണെന്ന് ലുവാൻ പറഞ്ഞപ്പോൾ എങ്കിൽ തന്നെത്താൻ ശുശ്രൂഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ പോകാൻ എഴുന്നേറ്റപ്പോൾ അവൻ പുറംവേദന അഭിനയിക്കുന്നു. അവൾ തിരികെ ചെന്നിരുന്നെങ്കിലും അഭിനയമാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ബോസിന് എന്നോടെന്തോ പറയാനുണ്ടല്ലേ, അതിന് ഇങ്ങനെ അഭിനയിക്കേണ്ട, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ അവൾ പറയുന്നു. ലിയാൻ പിന്നെയും മടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം പാര വെക്കാതെ നല്ല രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നല്ലേ പറയാനുള്ളത്. എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ ഒരു മാസത്തിൻ്റെ പകുതിയല്ലേ നമ്മുടെ വാടകക്കാരുള്ളൂ, അതുവരെ സമാധാനമായി മുന്നോട്ട് പോകാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ് അവൾ ഷേക്കാൻഡ് നൽകാനായി കൈനീട്ടുന്നു. അവന് സമ്മതമാണെന്ന രീതിയിൽ ഷേക്കാൻഡ് നൽകുന്നുണ്ട്. ഇതിൻ്റെ സന്തോഷത്തിൽ നമുക്കൊരുമിച്ച് ലഞ്ച് കഴിച്ചാലോ എന്ന് ലിയാൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോയി അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്നെയിൽ റൈസ് നൂഡിൽസാണ് അവൾ ലഞ്ചിനായി വാങ്ങിയത്. അവനതിൽ ദേഷ്യപ്പെട്ടപ്പോൾ ഈ നൂഡിൽസ് ബോസിനെ പോലെ തന്നെയാണ്, ബോസിനെ കണ്ടാൽ മോശം സ്വഭാവമാണെന്ന് പറയൂ, പക്ഷേ അടുത്ത് കഴിയുമ്പോഴല്ലേ കുഴപ്പക്കാരനല്ല എന്ന് മനസ്സിലാക്കുന്നത്, അതുപോലെയാണിതും എന്നൊക്കെ പറഞ്ഞ് അവൾ സോപ്പിടുന്നു. എങ്കിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഒരു കഷ്ണമെടുത്ത് കഴിച്ചു നോക്കി അവൻ പിന്നെ അത് മുഴുവൻ കഴിച്ചു തീർക്കുന്നുണ്ട്. വയറ് നിറഞ്ഞത് കാരണം തിരികെ നടക്കുമ്പോൾ യൂഷിങ്ജെ 3-4 തവണ ഏമ്പക്കം വിടുന്നുണ്ട്. ഇത്ര ബുദ്ധിമുട്ടി ഇത് മുഴുവൻ കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നവൻ ചോദിച്ചപ്പോൾ കാശ് വേസ്റ്റാക്കുന്നത് എങ്ങനെയാണെന്ന് അവൾ പറയുന്നു. നിനക്ക് ഞാൻ ശമ്പളമൊക്കെ കൃത്യമായി തരുന്നില്ലേ, വാടകയും നേരത്തെ തന്നെ തന്നു, പിന്നെ ഇങ്ങനെ പിശുക്ക് കാണിക്കണമെന്നവൻ ചോദിച്ചപ്പോൾ അവിടുത്തെ തുക്കട ശമ്പളം കൊണ്ട് എന്താകാനാണ്, വാടക കിട്ടിയെങ്കിലും വീടിൻ്റെ പ്രോപ്പർട്ടി ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാപ്പരായി, അല്ലെങ്കിലും എനിക്ക് പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വീട് ഫ്രീ ആയി കിട്ടിയെങ്കിലും ബോസ് അയൽക്കാരനായതോടെ ആ ഭാഗ്യം തീർന്നു എന്നവൾ പറയുന്നു.
ഞാൻ അയൽക്കാരനായതുകൊണ്ട് എന്താണ് നിർഭാഗ്യമെന്ന് അവൻ ചോദിക്കുന്നു. ഷൂലേസ് അഴിഞ്ഞതിനാൽ അവൾ കെട്ടാൻ തുടങ്ങുന്നത് കണ്ട് ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് അവൻ താഴെ ഇരുന്ന് കെട്ടുന്നു. കൂട്ടത്തിൽ നീ അയൽക്കാരി ആയതുകൊണ്ട് എനിക്കാണ് നിർഭാഗ്യം വന്നത്, എൻ്റെ വീട് കത്തിപ്പോയത് കണ്ടില്ലേ എന്നവൻ ചോദിക്കുന്നു. അത് ശരിയാണെന്ന് അവൾക്കും തോന്നുന്നു. അവൻ്റെ ഡ്രസ്സിൽ ഒരു ഇല ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു കുസൃതി തോന്നുന്നു. എന്തോ പ്രാണി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ പേടിപ്പിക്കുന്നു. കയ്യിലെടുത്ത് കഴിഞ്ഞാണ് ഇലയാണെന്ന് മനസ്സിലായത്. പറ്റിച്ചെന്ന് പറഞ്ഞ് അവൾ ഓടിയപ്പോൾ അടിക്കാനായി അവനും പുറകെ ഓടുന്നുണ്ട്. അവർ ചിരിച്ചു കളിച്ചു പോകുന്നത് ഒരാൾ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ദിവസം ലിയാൻ ഫയൽ തുറന്നപ്പോൾ പൈജാമ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കിട്ടുന്നു. അന്ന് വീട്ടിലെത്തിയപ്പോൾ നീ ആ ഫോട്ടോ ഇതുവരെ ഡിലീറ്റ് ചെയ്ത് കളയാതെ ഇരുന്നത് എന്താണെന്ന് ചോദിച്ച് അവൻ വഴക്കുണ്ടാക്കുന്നു. ഡിലീറ്റ് ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവന് വിശ്വാസം വരാത്തത് കൊണ്ട് ഫോൺ ഇങ്ങതാ ഞാൻ ചെയ്തോളാമെന്ന് പറയുന്നു. പക്ഷേ ഫോണിന് പകരം ഒരു പാവ അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് നിന്നെ എങ്ങനെ വട്ട് കളിപ്പിക്കാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഓടുന്നു. ആ വീക്കെൻഡിൽ അവൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കുറേയധികം സ്നാക്സ് ഒന്നിച്ച് വാങ്ങുന്നത് കണ്ട് നീ എന്താണ് ടൂർ വല്ലതും പോവുകയാണെന്ന് അവൻ ചോദിക്കുന്നു. വീക്കെൻഡിൽ ആരാണ് ടൂർ പോകുന്നത്? വീട്ടിൽ കുത്തിയിരുന്ന് TV കാണുന്ന സുഖം ടൂർ പോയാൽ കിട്ടുമോ എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ മുമ്പൊക്കെ ഇത് തന്നെയായിരുന്നു അല്ലേ പണി എന്നവൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ബില്ലടയ്ക്കാൻ നേരമാണ് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്നറിയുന്നത്. കുറച്ച് സാധനങ്ങൾ തിരികെ വയ്ക്കാൻ തുടങ്ങിയെങ്കിലും ലിയാൻ അവൻ്റെ ഫോണിൽ നിന്ന് ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. എനിക്ക് സാലറി കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നു. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് കയ്യിലിരുത്ത കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയതുപോലെയായി കാര്യങ്ങൾ എന്നവന് മനസ്സിലായത്. യൂഷിങ് സ്നാക്സും കുറച്ച് ഫോണിൽ നോക്കി കിടന്നല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. സ്നാക്സിൻ്റെ പാക്കറ്റ് കൊണ്ട് മുറി ആകെ അലങ്കോലമായിരിക്കുന്നു. 2-3 തവണ മുറി വൃത്തിയാക്കാൻ അവൻ പറയുന്നുണ്ട്. കുറച്ചുകൂടി കഴിയട്ടെ, എല്ലാം ഒന്നിച്ച് വൃത്തിയാക്കാം, ഞാൻ കുളിക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കാം. അങ്ങനെ ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞല്ലാതെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൾക്ക് മുറി വൃത്തിയാക്കാനുള്ള യാതൊരു ഭാവവുമില്ല. അവസാനം അവൻ തന്നെ അതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. എല്ലാം വൃത്തിയായി കഴിഞ്ഞപ്പോൾ ബോസിൻ്റെ കമ്പനി പൂട്ടിയാലും ക്ലീനിങ് കമ്പനി നടത്തിയാണെങ്കിലും ജീവിക്കാവുന്നേ ഉള്ളൂ എന്നവൾ കമൻ്റ് അടിക്കുന്നുണ്ട്. ഷിയാഷിയോയ്ക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുത്ത് ഇന്നവളെ ശരിക്കും ഇമ്പ്രസ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഹെങ്ദാൻ യൂഷിങ്ജയുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് പ്രോപ്പർട്ടി മാനേജർ ആൻറ്റി അവനെ പിടിച്ചു നിർത്തിയിട്ട് ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നത്. അവിടെ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ടാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവിടെ താമസിക്കുന്ന കപ്പിൾസ് അല്ലേ എന്ന് അവർ ചോദിക്കുന്നു. സിയാസിയുടെ വീടാണ് അതെന്ന് വിശ്വസിക്കുന്ന ഹെങ്ദാൻ കരുതിയത് ലിയാനും അവളും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നാണ്. അവനാകെ മൂഡ് ഓഫ് ആകുന്നുണ്ട്. വീടിനകത്തേക്ക് പോകാതെ അവൻ ലിയാനെ പുറത്തേക്ക് വിളിക്കുന്നു. പതിവില്ലാത്ത വിധം അവൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ട് നിനക്ക് ഇതെന്ത് പറ്റിയെന്ന് ലിയാൻ ചോദിക്കുന്നു. അവളെ ഇഷ്ടമായിരുന്നെങ്കിൽ അത് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, നമ്മളെന്താ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണോ, ഒരു പെണ്ണിനെ തന്നെ പ്രേമിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നു. എനിക്ക് അവളോട് ഇഷ്ടമൊന്നുമില്ല എന്ന് ലിയാൻ പറഞ്ഞെങ്കിലും ഹെങ്ദാൻ അത് വിശ്വസിക്കാതെ യൂഷിങ്ജെ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നു. ഹെങ്ദാൻ അകത്ത് ചെന്നപ്പോൾ യൂഷിങ്ജെ ഏതോ പേടിപ്പിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനും അവൾക്കൊപ്പം വരുന്നത് അത് കാണുന്നു. അകത്തേക്ക് കയറുന്ന ലിയാൻ അവരുടെ ഇരിപ്പ് തീരെ പിടിച്ചില്ല. അവൻ അവർക്ക് രണ്ടുപേർക്കും കൂടി ഇടയിൽ കയറിയിരുന്ന് ഫോൺ വാങ്ങി കയ്യിൽ പിടിക്കുന്നു. ഹെങ്ദാൻ അവനോട് പിണക്കത്തിലായിരുന്നതിനാൽ അവനെ ഓടിച്ചുവിടാൻ വേണ്ടി കുറച്ച് പൊട്ടറ്റോ ചിപ്സ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. എനിക്ക് വയ്യ, യൂഷിങ്ജെ എടുത്തുകൊണ്ട് വരും എന്ന് ലിയാൻ പറഞ്ഞപ്പോൾ അവൾ ഗസ്റ്റ് അല്ലേ, ഗസ്റ്റിനെ കൊണ്ട് ജോലി ചെയ്യുന്നത് ശരിയാണോ എന്നവൻ ചോദിക്കുന്നു. ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് എങ്കിലും പെട്ടെന്ന് തന്നെ തിരികെ ഇരുന്ന് നീ എന്തിനാ എന്നെ ഗസ്റ്റ് എന്ന് വിളിച്ചത്, ഇത് എൻ്റെ വീടാണല്ലോ എന്ന് ചോദിക്കുന്നു. പിന്നീട് സംസാരിച്ചപ്പോഴാണ് ഇത് സിയാസിയുടെ വീടാണെന്ന് താൻ തെറ്റിദ്ധരിച്ചതായിരുന്നുവെന്ന് ഹെങ്ദാൻ മനസ്സിലായത്. ഹെങ്ദാൻ ഇഷ്ടപ്പെടുന്ന സിയാസിയോ ആണെന്ന് അറിഞ്ഞ് ലിയാൻ ശരിക്കും ഹാപ്പിയാകുന്നു. പക്ഷേ അതറിഞ്ഞതോടെ യൂഷിങ്ജെ ആകെ കൺഫ്യൂഷനിലാകുന്നു. അവർ തമ്മിൽ റിലേഷനിലാണ് എന്നാണല്ലോ അവൾ വിചാരിച്ചിരിക്കുന്നത്. അവർ ബ്രദേഴ്സാണെന്ന് അറിഞ്ഞപ്പോൾ താൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയതെന്ന് ഓർത്ത് അവൾ തലയിൽ കൈവെക്കുന്നുണ്ട്. ഇക്കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വീട് വാടകയ്ക്ക് തരില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിൽ ചെന്നിട്ടും തൻ്റെ മണ്ടത്തരത്തെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. ബോസ് ബോയ്സിനെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവൾ ഇത്ര നാൾ ഒരു ടെൻഷനും ഇല്ലാതെ അവൻ്റെ ഒപ്പം കഴിഞ്ഞത്. ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് ടെൻഷനായി തുടങ്ങി. അപ്പോഴാണ് കെക്കെ അടുത്തേക്ക് വന്നിട്ട് ബോസ് നിൻ്റെ ദേഹത്തെ ഡിസ്പ്ലേ ബോർഡ് വീഴാതെ തടഞ്ഞത് മുതൽ നിന്നെയും ബോസിനെയും കുറിച്ച് ഓഫീസിൽ ആകെ റൂമറുകൾ വന്നിരിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നാണ് എല്ലാവരും കരുതുന്നത് എന്നൊക്കെ കെക്കെ പറയുന്നു. അപ്പോഴാണ് ബോസ് അത് ശരിവയ്ക്കുമ്പോൾ അവിടേക്ക് വന്നിട്ട് ജോലി കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് അവളോട് ഫ്രണ്ട്ലിയായി പറഞ്ഞിട്ട് പോയത്. അതും കൂടി ആയപ്പോൾ കെക്കെ ഒന്നും മിണ്ടാതെ അർത്ഥം വെച്ചൊന്ന് ചിരിച്ചിട്ട് തിരിച്ച് സീറ്റിലേക്ക് പോകുന്നു. ഇവരിത് എന്തുദ്ദേശിച്ചാണെന്ന മട്ടിൽ അവൻ പോയി ഇടത്തേക്ക് നോക്കി യൂഷിങ്ജെ അന്തം വിട്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.